Hey guys, welcome back to Ritu Story. ഇന്ന് നമ്മൾ കുറച്ച് ചോദ്യമായിട്ടാണ് വന്നത്. ഇവൻ ദേവദാസ്, ഞാൻ അങ്കിത്. ഇവനോടായിരിക്കും 10 ചോദ്യങ്ങൾ ചോദിക്കുക. അടുത്ത വീഡിയോയിൽ ഞാനായിരിക്കും, ഇവൻ എന്നോടും ചോദിക്കും. പിന്നെ ലാസ്റ്റത്തെ 3 ക്വസ്റ്റ്യൻസ് ഗായ്സിന് വേണ്ടിയിട്ടാണ്. അതും നിങ്ങൾക്ക് അത് കമന്റിൽ ശരി ഉത്തരം പറയുന്നവർക്ക് കമന്റ് ഞാൻ പിന്ന് ചെയ്ത് വെക്കുന്നതായിരിക്കും. നമുക്ക് തുടങ്ങാം. ഞാൻ ചോദിക്കട്ടെ? ഫസ്റ്റത്തെ ചോദ്യം പറയണേ. കാഴ്ച ഉള്ളവരും അന്ധരും ഒരുപോലെ കാണുന്നത് എന്ത്? സ്വപ്നം. പെട്ടെന്ന് ആൻസർ പറയാൻ വിചാരിച്ചില്ല. ഞാൻ നിങ്ങളോടൊപ്പം ഓടുന്നു, കാലിൽ എന്ന് കരുതി ഞാൻ നടക്കാറില്ല. ഉത്തരം. ഞാൻ നിങ്ങളോടൊപ്പം ഓടുന്നു എന്ന് കരുതി ഞാൻ നടക്കാറില്ല. സ്വപ്നങ്ങളോടൊപ്പം ക്ലൂ കൊടുക്ക്. ഞാൻ നിങ്ങളോടൊപ്പം ഓടുന്നു, കാലില്ല എന്ന് കരുതി ഞാൻ നടക്കാറില്ല. ക്ലൂ ഒരു വണ്ടിയിലുള്ള സാധനം. എല്ലാ വണ്ടിയിലും ഉണ്ടോ? കാറിലാവണ്ടോ? എല്ലാ വണ്ടിയിലും ഉണ്ടാവും. അത് മസ്റ്റാണ്. ബൈക്ക്, കാറ്, ലോറി എല്ലാത്തിലും ഉണ്ടാവും. ആ മുന്നിലും ഉണ്ടാവും, ബാക്കിലും ഉണ്ടാവും. ലൈറ്റിന്റെ അടുക്ക, മുന്നിന്റെ ബാക്കിന്റെ ലൈറ്റിന്റെ അടുക്ക. ടൈം പോകട്ടോ, 10 സെക്കൻഡ് കൊടുക്കണേ. പാവല്ലേ. അപ്പൊ ടൈം ഒന്നുമില്ല. ഓക്കെ. പക്ഷെ ഇതേ ഉത്തരത്തിൽ ഒന്നും കൂടി ഉണ്ട്. ഇതിന്റെ ഉത്തരമില്ലേ, ഞാൻ പറയില്ല. ഇതിന്റെ ഉത്തരത്തിന്റെ വേറൊരു ചോദ്യം കൂടി ഉണ്ട്, വേറെ രീതിയിൽ. അത് ചോദിക്കട്ടെ? അത് പോയില്ലേ? അല്ല. ഞാൻ കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ അനുവാദമില്ല. അതിന്റെ ആൻസർ വണ്ടി. അതിന്റെ രണ്ടിന്റെ ആൻസർ സെയിം ആണ്. രണ്ടിന്റെ ആൻസർ സെയിം ആണ്. അത് ചില വണ്ടീന്റെ ഫ്രണ്ടിലുണ്ടാവും, ചില വണ്ടീന്റെ ബാക്കിലുണ്ടാവും. ചില വണ്ടി ബാക്കിലും രണ്ടുണ്ടാവും. പിന്നെ നമ്പേഴ്സ് ഉണ്ടാവും അതില്. രണ്ടെണ്ണത്തിന്റെ ആൻസർ അതാണോ? അപ്പൊ ആ രണ്ടും പോയി. സ്ഥാനക്കയറ്റം തുടരുന്ന ഒരു ജോലി. സ്ഥാനക്കയറ്റം തുടരുന്ന ഒരു ജോലി. ക്ലൂ ഇവിടൊക്കെ ഉണ്ട്. എന്താ ചോദ്യം? സ്ഥാനക്കയറ്റം തുടരുന്ന ഒരു ജോലി. ഇവിടൊക്കെ ഉണ്ട്. വീട്ടു ജോലി അല്ല. ഇവിടെ പുറത്തൊക്കെ ഉണ്ട്. അതായത് നമ്മളിവിടെ ഇടക്കിടക്ക് നമ്മൾ ഒരു 2 മാസം 3 മാസം കൂടുമ്പോ അവരെ വിളിക്കാറുണ്ട്. അവരെ വിളിച്ചിട്ട് ഇല്ല അവരെ വിളിക്കും. എന്നിട്ട് എന്താ പറയാ, ഇതാ നിന്റെ മുന്നിൽ തന്നെ ഉണ്ട്. അത് നിയമപ്പരി മഴ. മഴ എല്ലാ സ്ഥലത്തും ഇങ്ങനെ 2 ദിവസം. ഓക്കെ, മരങ്ങളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൻസറാ. വാഴല്ല. അടുത്തെത്തി. വാഴന്റെ അടുത്ത് എന്താ ഉള്ളേ? ചെടികൾ. അതൊക്കെ മേലെ തന്നെ. അപ്പൊ നമ്മൾ ടൈം കൊടുക്കണേ. കുറെ ടൈം നമ്മൾ കൊടുക്കാൻ പറ്റില്ല. 20 സെക്കൻഡ് കൂടിട്ടോ. 1 2 3 4 5 6 7 8. അതൊരു ജോലിയാണ്, ഒരാൾ ചെയ്യുന്ന തൊഴിലാണ്. 9 10 അല്ല 11 12 13 14 15 16 17 18 19 ടൈൽസ്. 19.1 19.5 20 കഴിഞ്ഞു. തെങ്ങ് കയറ്റം. കൂടുമ്പോ തെങ്ങ് കയറാൻ വിളിക്കൂല നമ്മള്. തെങ്ങ് കയറ്റം എന്ന് പറയുമ്പോ നമ്മളിങ്ങനെ മേലോട്ടല്ലേ പോവാം. അതാണ് അതിന്റെ ആൻസർ.
ജ്ഞാനം കയറ്റം തുടരുന്ന ഒരു കുഴപ്പമില്ല, അടുത്ത ക്വസ്റ്റ്യൻ. വാഴയുടെ അടുത്തെന്താ തെങ്ങല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത സ്റ്റോറേജ് ഇല്ലാത്ത മേശയോ? മേശയോ? ഞാൻ കുറച്ച് ചോദ്യം വായിക്കാം. ഞാൻ 10 ചോദ്യം ഇല്ല, ആകെ 3 ഇനി 2 ചോദ്യം കൂടി കഴിഞ്ഞാൽ ഞാൻ ചോദിക്കും. ഓക്കെ, 5 ക്വസ്റ്റ്യൻ കഴിഞ്ഞാല് 10 5 ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ 10 ക്വസ്റ്റ്യനാ. 10 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 10 ദേവാംഗീന്റെ അടുത്ത് ചോദിക്കണം. സ്റ്റോറേജ് ഇല്ലാത്ത മേശയോ? അതിന്റെ ആൻസർ പറ, പോട്ടെ. ആൻസർ പറ. ഡൈനിങ് ടേബിൾ. അടുത്തെത്തി. ആണോ? ഡൈനിങ് ടേബിൾ അല്ലേ? സ്റ്റഡി ടേബിൾ അല്ല, അടുത്തെത്തി. നമ്മള് അത് നോക്കി ബുക്ക് എടുത്തു. അത് ഉണ്ടത്. കിട്ടി. അത് നോക്കി നമ്മൾ ബുക്ക് എടുത്തു എല്ലാ ദിവസവും. സ്കൂളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള. ഇനി പറഞ്ഞു ഒരു ക്ലൂ ഇല്ല. സ്കൂളിലത്തെ ടേബിൾ. അതന്നെ എന്താ? അല്ല, നമ്മള് ബുക്ക് അത് നോക്കി എടുത്തേക്കും. ലാസ്റ്റ് നമ്മളൊന്നും തരാം. അത് തന്നെ ഇജ്ജ് പറയൂ അതിന്റെ ഉത്തരം. അതാണ് പറയട്ടെ. അതിന് ക്ലൂ തന്നെ ഉണ്ടോ? അത് GK സയൻസ് അതേമാതിരി നമ്മൾ അത് നോക്കി നമ്മൾ ഡെയിലി അത് നോക്കിയിട്ടാണ്. Timetable. യെസ്, കറക്റ്റ്. പറഞ്ഞ് ഇപ്പൊ എത്ര ദിവസത്തിനായി? 4 എണ്ണായില്ലേ? ഇനി ലാസ്റ്റ് ഒരു ദിവസം ഉണ്ട്. പിന്നെ ഇനി 5 ഉണ്ടല്ലേ? 1 തെച്ചിട്ട്. അപ്പൊ നമുക്ക് ഇവനുള്ളൊരു ടാസ്ക് ഉണ്ട്. നമ്മൾ തരും, ശ്രദ്ധിച്ചോ. ജയിക്കുന്നവർ പിന്നോട്ടും തോറ്റവർ മുന്നോട്ടും പോകുന്ന ഒരു മത്സരം. ഓട്ട മത്സരം. എന്താണ്? ജയിക്കുന്നവർ പിന്നോട്ടും തോറ്റവർ മുന്നോട്ടും പോകുന്ന ഒരു മത്സരം. അത് മഞ്ഞുമൽ ബോയ്സ്. അതാണ് ക്ലൂ. മഞ്ഞുമൽ ബോയ്സ് സിനിമയിലുണ്ട് അല്ലേ? ഫസ്റ്റ് സീന് ഒരു കല്യാണത്തിന്റെ അത് ഉണ്ട്. അല്ലെങ്കിൽ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. കയറായിട്ട് ബന്ധപ്പെട്ട കയറായിട്ട്. വടംവലി. യെസ്, കറക്റ്റ്. അടുത്ത അപ്പൊ 4 പോയിന്റ് ആയി അല്ലേ? 5 എണ്ണായി. അല്ല, ഇവന് 5 ഒരെണ്ണം തെറ്റിയില്ലേ? അപ്പൊ ഒരു ടാസ്ക് ഉണ്ട്. സ്കോർ 4 ആയി. ഗയ്സ്, ടാസ്ക് കൊടുക്കാം. തെറ്റേ 5 ചോദ്യം കഴിഞ്ഞു. നമുക്കൊരു ഷോർട്ട് ബ്രേക്ക്. ടാസ്ക് എന്തുവാണെങ്കിലും ഞാൻ പറയുന്ന മാത്രം ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ തീരുമാനിക്കാം. അല്ല, ഇതൊരു പാട്ട് പാടില്ലേ? ഏതാ പാട്ട്? മറ്റേ കല്യാണത്തിന് പോലെ അത് പഠിക്കും. അപ്പോ നിങ്ങക്ക് കടങ്കഥ കേട്ട് ബോറടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ദേവിന്റെ വക ഒരു സോങ്. എനിക്ക് മോശം. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളി കലക്കുള്ളില് ചോര കൺമുയൽ, നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളി കലക്കുള്ളില് ആമ കുഞ്ഞനോ ആമക്കുറുകനൊന്ന് നെഞ്ചത്ത് വെട്ടില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊരുത്തുള്ളൊരാൾ ചേർക്കും വെട്ടില ചെല്ലത്തിലോ. ഭൂമിയെ പാടെ മൂടും അത്രയും വെട്ടിലായിട്ടു വയ്ക്കാം കുഞ്ഞിളമ്മാവേ. കഥ കേട്ട് മെല്ലെ മിഴിക്കൂട്ട് മാറി ചൂടിൽ ഉറങ്ങ് പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര്. അപ്പൊ നമുക്ക് പിന്നെ നല്ല പാട്ട് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇവന് സ്കോർ 4 ആയേ.
5 4 കറക്റ്റ് പറഞ്ഞു. അടുത്ത 5. എത്ര നുള്ളിയാലും തല്ലിയാലും കരയാത്ത കുട്ടി. ആ അത് ഷോപ്പിലെല്ലാം ഉണ്ടാവും. അലമാരയോ? ക്ലൂ കൊടുക്കും. അതിന്റെ എജിന്റെ കയ്യിലുണ്ട്. ഒരുവിധം കുട്ടികളുടെ കയ്യിലൊക്കെ ഉണ്ടാവും. ആ ഗിഫ്റ്റ് കൊടുക്കും ചെറിയ മക്കൾക്ക്. ടോയ്സിൽ വരും. പാവ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 5 സ്കോർ. കരഞ്ഞുകൊണ്ട് ജോലി ചെയ്യുന്നുണ്ടോ? ആ കരഞ്ഞുകൊണ്ട് ജോലി ചെയ്യുന്നതാര്? നമ്മൾ കത്തിക്കും. അത്രേ ക്ലൂ തരാൻ പറ്റുള്ളൂ. ആ ഈ ക്ലൂ തന്നെ എനിക്ക് പറയേണ്ടതാണ്. വെള്ളം. അതെന്ത് ചെയ്യുന്നു? കത്തിക്കുന്നോ? കരഞ്ഞുകൊണ്ട് ജോലി ചെയ്യുന്നതുണ്ട്. അത് നമ്മൾ കത്തിക്കും. എല്ലാം കരണ്ട് പോയാൽ കത്തിക്കും. അറിയില്ല. അപ്പൊ നല്ല ബുദ്ധിയുണ്ട്. ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവർ. ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവർ. പോലീസ്. ക്ലൂ നമ്മളിപ്പോ ഉപയോഗിക്കും. പ്രത്യേകിച്ച് നമ്മള് വീട്ടില് ആശാരിമാരൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനം. എല്ലാ വീട്ടിലും ഉണ്ടാവും അത് ഓരോന്ന്. ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവർ. അതിന്റെ ആൻസർ ഡ്രൈവർന്ന് വരുന്നുണ്ട്. അതിന്റെ മുന്നിൽ നീ ഒരു വേർഡ് കൂടെ ചേർത്താൽ മതി. അങ്കി നമ്മളിപ്പോ ഒരു ആണിയൊക്കെ ചെയ്യണമെങ്കിൽ അതിന്റെ ചെയ്യുമ്പോൾ അത് വേണം. നമ്മളിപ്പോ ആണിയൊക്കെ നമ്മൾ എന്തെങ്കിലും അഴിക്കണമെങ്കിലോ എന്തെങ്കിലും സാധനങ്ങൾ. യെസ് കറക്റ്റ്. അല്ല കൊടുക്കണം, ക്ലൂ കൊടുക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. സെവൻ. ഇനി 3 ക്വസ്റ്റ്യനും കൂടെ. വെള്ളത്തിൽ വീണാൽ നനയാത്ത സാധനം. അത് നമുക്ക് എല്ലാവരുടെ കയ്യിലുണ്ട്. പൂച്ചക്കുണ്ട്, നായ്ക്കുണ്ട്, ഒക്കെ ഉണ്ട്. വെള്ളത്തിൽ വീണാൽ നനയാത്ത സാധനം എല്ലാവരുടെ കയ്യിലുണ്ട്. നമ്മൾ അതും പറ്റി രാത്രി കളിക്കും. വരണ്ടെല്ലാം പോയാലും. വെള്ളത്തിൽ വീണാൽ നനയാത്ത. വെള്ളത്തിൽ വീണാൽ നനയാത്ത. അതിന്റെ ആൻസർ പറയുന്ന നിഴൽ. എല്ലാവർക്കും ഉണ്ടാവില്ല. രാത്രി നമ്മൾ എന്തും വെച്ചത് അങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കും. അടുത്ത ലാസ്റ്റ് അല്ല 2 ക്വസ്റ്റ്യൻ. മുതിർന്ന ആൺകുട്ടി പെൺകുട്ടികളും രഹസ്യമായി എന്താണ് ചെയ്യുന്നത്? അപ്പൊ സിമ്പിളാ. ആ കയ്യിലൊക്കെ വര വയ്ക്കും. അങ്ങനെ ഓട്ടോറിക്ഷ, CPIM, അങ്ങനെ BJP, അങ്ങനെ ഓരോ വര ഇങ്ങനെ അപ്പൊ 6 പോയിന്റ്. 2 ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന രാജ്യം ഏതാണ്? രാജ്യാണ്, ജില്ലയല്ല. എന്താ പറയുന്നത്? ഏറ്റവും കൂടുതൽ
ഏറ്റവും മഴ കൂടുതൽ പെയ്യുന്ന രാജ്യം. മഴ ലഭിക്കുന്ന രാജ്യം. എന്നുവെച്ചാൽ മഴ കിട്ടുന്ന രാജ്യം. അങ്ങനെ പറയാൻ പറ്റില്ല. ചോദ്യം എന്തോ റെയിനിന്റെ കൂട്ടത്തിൽ ഒരു സാധനം ആഡ് ചെയ്താണ് ഫസ്റ്റ്. റെയിൻബോ. ഒരു ഗൾഫ്. ഗൾഫ് സ്ഥലം ഇതുവരെ കിട്ടൂല. അപ്പം ഇവൻ എത്ര എണ്ണം പറഞ്ഞ എത്ര എണ്ണം തെറ്റിച്ച് 3 എണ്ണം തെറ്റി. തെറ്റാണ്. ഇപ്പൊ പിന്നെ 6 പോയിന്റ്. ആൻസർ പറ. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന രാജ്യം ഏത്? ബിയിലാ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് രാജ്യ അത് ഫ്ലാറ്റ് അല്ലേ? ബഹ്റിൻ. ബഹ്റിൻ അതാണ് ആൻസർ. അപ്പൊ എത്ര എണ്ണം തെറ്റി? തെറ്റി. ഓക്കെ, പക്ഷെ അവൻ നന്നായിട്ട് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഹേ ഗൈസ്, അടുത്ത ചോദ്യം നിങ്ങൾക്കുള്ളതാണ്. എല്ലാവരും കമന്റ് ബോക്സ് എല്ലാം ഓണാക്കി വെക്കുക. ശ്രദ്ധിച്ച് കേട്ടാലേ 1 എന്നിട്ട് ഇതിന്റെ ഉത്തരം പറയുക, 2 എന്നിട്ട് അതിന്റെ ഉത്തരം പറയുക. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ 3 എന്നിട്ട് അതിന്റെ ഉത്തരം തുടങ്ങാനോ. വരനും വധുവും ആദ്യം കഴിക്കുന്നത് എന്താണ്? ഇവർ ക്ലൂവെല്ലാം പറഞ്ഞാലും കേട്ടുക. ക്ലൂ എന്ന് വെച്ചാൽ ആണും പെണ്ണും ചെയ്യുന്നതാണ്. 18 വയസ്സ് കഴിഞ്ഞിട്ട് ചെയ്യുന്നതാണ്. ക്ലൂ മതി. അടുത്ത രണ്ടാമത്തെ ചോദ്യമാണ്. നായ്ക്കളുടെ പ്രിയപ്പെട്ട ഇംഗ്ലീഷ് അക്ഷരം. അത് നമ്മളെ എല്ലാ മനുഷ്യന്മാരെ ബോഡിയിലുണ്ടാവും. അത് എന്താണെങ്കിലും മീനുകൾക്ക് ഉണ്ടാകില്ല. അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ് ഏറ്റവും ഫൈനൽ. ഇത് നിങ്ങളുടെ മുന്നിലാണോ, പക്ഷേ നിങ്ങൾക്ക് അത് കാണാൻ കഴിയുന്നില്ല. ഇത് നിങ്ങളുടെ മുന്നിലാണ്, പക്ഷെ നിങ്ങൾക്കിത് കാണാൻ കഴിയില്ല. യെസ്, അതിന്റെ അത് എങ്ങനെ പറയാ, അത് നിങ്ങളെ നടക്കാൻ പോവുകയാണ്. മതി. ഓക്കെ, അടുത്ത വീഡിയോ വരാം. അടുത്ത ഇവനാണ് എന്നോട് ചോദ്യം ചോദിക്കുക. അപ്പം ബൈ.